ബൈജു മല്ലപ്പള്ളിയുടെ മറ്റൊരു കഥയിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. കഥയുടെ പേര് ആംലയിലേക്ക് ഒരു തീർത്ഥയാത്ര. ആംലയിലേക്ക് ഒരു തീർത്ഥയാത്ര. രാഹുൽ വീണ്ടും ആംല റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. തീവണ്ടി ആപ്പീസുകളും രാഹുലിൻ്റെ ജീവിതത്തിലെ ഒരു നിശബ്ദ കഥാപാത്രമായി കൂടെ കൂടിയിട്ട് നാളേറെയായി. തൻ്റെ സ്വന്തം നിഴൽ പോലെ പിന്തുടരുന്നു കഴിഞ്ഞ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ അവശനിലയിലും എന്തിനാണ് രാഹുൽ വീണ്ടും ആംലയിൽ വന്നത്? ഏത് തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ ഉള്ളത്? മധ്യപ്രദേശ് സംസ്ഥാനത്തിലെ ബേത്തൂൾ ജില്ലയിലെ ഒരു കുഗ്രാമമാണ് ആംല. അതുവഴി കടന്നു പോകുന്ന നിരവധി തീവണ്ടികളിൽ ഒന്നോ രണ്ടോ എണ്ണം മാത്രമാണ് ആ തീവണ്ടി ആപ്പീസിൽ നിർത്തുക. അതിലൊന്നിൽ വന്നിറങ്ങിയതാണ് രാഹുൽ. പ്രായാധിക്യം മൂലമുള്ള കാഴ്ചയുടെയും കേൾവിയുടെയും കുറവ് മനഃശക്തി കൊണ്ട് നേരിടുന്നു രാഹുൽ. ഇപ്പോഴും സൈക്കിൾ റിക്ഷകളുള്ളതാണ് ആംല റെയിൽവേ സ്റ്റേഷൻ. ഭാരതാംബയുടെ വിരിമാറിലെ ഒരു അപൂർവ രത്നം പോലെ തോന്നിക്കുന്നു ഈ കാഴ്ചകൾ. കഹാൻ ജാനാ ഹൈ? റിക്ഷാവാള ചോദിച്ചു. പതാ നഹി, രാഹുലിൻ്റെ ഉത്തരം. ഏ കോയി പാഗലാത്മി ഹേ, ഇവന് ഭ്രാന്താണെന്നാണ് റിക്ഷാക്കാരൻ്റെ അഭിപ്രായം. ഒരു സവാരി കിട്ടുമെന്ന പ്രതീക്ഷയിൽ വന്ന് നിരാശനായ റിക്ഷാക്കാരൻ്റെ മനോഗതമാണ് അത്. മുമ്പെങ്ങുമില്ലാത്ത ശക്തിയും ബലവും കാലിന് കിട്ടിയെന്ന് തോന്നുന്നു. തൻ്റെ നടത്തം തുടർന്നു. പഴയ റൺവേയും മുറിച്ചു കടന്നപ്പോൾ അകലെ ഒരു ഗുഡ്സ് വണ്ടി എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് വരുന്നത് കണ്ടു. എന്തിനാണ് താൻ പോകുന്നിടത്തെല്ലാം ഈ ട്രെയിൻ വരുന്നത്? ഓ, മറന്നുപോയി, ഇത് എൻ്റെ സ്വന്തം നിഴൽ തന്നെയാണല്ലോ. ഒരിക്കലും എന്നെ വിട്ടുമാറാത്ത എൻ്റെ സ്വന്തം നിഴൽ. തൻ്റെ സഹധർമ്മിണി അമ്മുവിൻ്റെ വിയോഗത്തിന് ശേഷം ജീവിക്കാൻ ശുഷ്കാന്തി ഇല്ലാതെയായി രാഹുലിന്. മകൻ കൃഷ്ണചൈതന്യ വിദേശത്തേക്ക് ചെന്ന് അവൻ്റെ കുടുംബത്തിനൊപ്പം താമസിക്കാൻ നിർബന്ധിക്കാറുണ്ട്. എനിക്കും രാഹുലിനും അതിഷ്ടമാണ്. പക്ഷേ അമ്മുവിൻ്റെ അസാന്നിധ്യത്തിൽ അവരോടൊപ്പം താമസിക്കരുതെന്ന നിർദ്ദേശം മരിക്കുന്നതിന് മുമ്പ് അമ്മു രാഹുലിന് കൊടുത്തിരുന്നു. ഇപ്പോഴും എന്തിനാണ് അമ്മു അങ്ങനെ പറഞ്ഞതെന്ന് രാഹുലിന് അറിയില്ല. തങ്ങളുടെ മകനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന അമ്മുവായിരുന്നു. കൃഷ്ണചൈതന്യ LKGയിൽ പോകുന്നവരെ അമ്മുവിൻ്റെ അമിഞ്ഞപ്പാൽ നുളഞ്ഞത് ഇപ്പോൾ രാഹുൽ ഓർത്തു പോകുന്നു. മകൻ്റെ പ്രസവത്തോടെ ഡയബറ്റിക് പേഷ്യൻ്റായി മാറി അമ്മു. പലപ്പോഴും അനിയന്ത്രിതമായ സാഹചര്യങ്ങൾ കൊണ്ട് ഷുഗർ ഔട്ട് ഓഫ് കൺട്രോൾ വരെ ആകാറുണ്ട്. ചിലപ്പോഴൊക്കെ ആശുപത്രി വാസവും വേണ്ടി വന്നിട്ടുണ്ട്. ആശുപത്രിയിൽ അഡ്മിറ്റാകുമ്പോൾ അമ്മു പറയാറുള്ള സ്ഥിരം പല്ലവിയാണിത്. ചേട്ടാ, ഞാൻ മരിച്ചാൽ നമ്മുടെ മോനെ ആരെയും ഏൽപ്പിക്കരുത്, നിങ്ങൾ തന്നെ വളർത്തണം. ആദ്യമൊക്കെ ഇത് കേൾക്കുമ്പോൾ മനസ്താപം ഉണ്ടാകുമായിരുന്നു. ഓർമ്മകളോടൊപ്പം നടന്ന് ഒരു ശ്മശാനത്തിലെത്തി നിൽക്കുകയാണ് രാഹുൽ. ഓർമ്മക്കുറവ് ഒരു വലിയ പ്രശ്നമാണ്, ചിലപ്പോൾ ഒരു അനുഗ്രഹവും. അസ്തമിക്കുന്ന സൂര്യൻ്റെ വെളിച്ചത്തിൽ അവിടെ ഒരു ചിത കത്തി എരിയുന്നത് കാണാം. കോൺ ഹേ, ക്യാ ചാഹിയേ? ശ്മശാന സൂക്ഷിപ്പുകാരൻ ചോദിച്ചു. പതാ നഹി എന്ന പഴയ ഉത്തരം രാഹുൽ ചൊല്ലി. യഹാസെ ചലേ ജാവോ? രാഹുലിനെ ആട്ടിപ്പായിക്കുകയാണ് ശ്മശാന സൂക്ഷിപ്പുകാരൻ. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ആരോ പുറകിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നത് പോലെ തോന്നി. എന്താടാ, ഇവിടെ വരെ വന്നിട്ട് എന്നെ കാണാതെ പോവാണോ? തനിക്ക് വെറുതെ തോന്നിയതായിരിക്കുമെന്ന് രാഹുലിന് തോന്നി. വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പിൻവിളി. മോനെ രാഹുലേ, ഇങ്ങോട്ട് വന്നിട്ട് പോടാ. അയ്യോ, എൻ്റെ പേര് പറഞ്ഞ് വിളിക്കുന്നു. അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമോ? അതും മലയാളത്തിൽ.
മനസ്സും ബുദ്ധിയും തമ്മിൽ സംഘർഷത്തിലേർപ്പെട്ടു. മസ്തിഷ്കത്തിൻ്റെ ഏത് കോണിൽ നിന്നാണെന്നറിയില്ല, സെറിബെല്ലമോ സെറിബ്രമോ മെഡുല്ല ഒബ്ലാങ്കേറ്റയോ എന്തു മണ്ണാങ്കട്ടിയായാലും ഓർമ്മകളുടെ ഒരു ഭണ്ഡാരപ്പെട്ടി ആരോ തുറന്നു വിട്ടിരിക്കുന്നു. അതിൽ പരതി നോക്കിയപ്പോൾ കളഞ്ഞുപോയ ഒരു നാണയത്തുട്ട് കിട്ടിയതുപോലെ സന്തോഷം തോന്നി. അതെ, ഈ ശബ്ദം, ഈ സ്ത്രീ ശബ്ദം ഇവിടെ. അയ്യോ, ഇത് മല്ലപ്പള്ളി കുന്നത്ത് വീട്ടിലെ നാരായണക്കുറുപ്പിൻ്റെ ധർമ്മപത്നി ജാനകിയുടേതല്ലേ? എൻ്റെ അച്ഛൻ അച്യുതക്കുറുപ്പിൻ്റെ മാതാവ് ജാനകിയുടേതല്ലേ? അയ്യോ, എൻ്റെ പ്രിയപ്പെട്ട അമ്മൂമ്മയുടേതല്ലേ? കഥയുടെ 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.